ഒരച്ഛൻ പറഞ്ഞു, അവിടെ ധ്യാനം നടത്തിയ ആരും പള്ളിയിൽ വരാറില്ല. ധ്യാനം നടത്തിയ ഒരു 100 ആളിൽ താഴെയാണ്. അച്ഛൻ ചോദിച്ചു, അച്ഛൻ ധ്യാനം നടത്താൻ വരാമോ എന്ന് ചോദിച്ചു. ഒരു ദൈവവിശ്വാസം ഇല്ലാത്തൊരു മേഖലയാണ്. ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു മാസം അച്ഛൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കണം. ആ ദേശത്തിൻ്റെ മേൽ ഉള്ള കെട്ട് അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ എന്ത് ചെയ്തു? 1 മാസത്തിന് പകരം ഒരാഴ്ചയും മാറ്റി. നമ്മൾ ചെന്ന് ധ്യാനം തുടങ്ങുന്ന ദിവസം 10, 250, 300 ആൾ. അടുത്ത ദിവസം നോക്കുമ്പോൾ 1,500 ആൾ. അപ്പം അച്ഛൻ തുറന്ന് ജനത്തോട് പറഞ്ഞു, അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടത് 1 മണിക്കൂർ 1 മാസം പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. ഞാൻ ഒരാഴ്ച പ്രാർത്ഥിച്ചപ്പോഴേക്കും കഴിഞ്ഞ ധ്യാനത്തിനുണ്ടായ 3 ഇരട്ടി ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, പബ്ലിക്കായിട്ട് വിളിച്ചു പറയാം, ഞാൻ 1 മാസം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇടവക ജനത്തിന് വലിയ മാറ്റം ഉണ്ടായേനെ. ആദ്യത്തെ ദിവസം തന്നെ രോഗശാന്തി നൽകി അനുഗ്രഹിച്ചു. ശരീരം മുഴുവനും തളർന്നു പോയ ചേട്ടൻ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ രോഗം മാറുകയാണ് ചെയ്യുന്നത്. ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാ, പൊട്ടിക്കരയാ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ച് പറയുന്ന സമയത്ത് ഈ മനുഷ്യൻ എഴുന്നേറ്റുന്നു, ഞാൻ അച്ഛൻ സുഖപ്പെട്ടതെന്ന് പറഞ്ഞു. വചനം ഞാൻ കേട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. ഉടൻ തന്നെ ഞാൻ കാണുന്നു, എൻ്റെ ശരീരത്തിലെ രോഗം മാറി. ദേശത്തെ പിശാച് കെട്ടിയിടുക, ദൈവകൽപ്പന ലംഘിക്കുക, ദൈവപ്രമാണം അനുസരിക്കാതിരിക്കുക, എന്നിട്ട് നമ്മൾ പള്ളി പോയി പ്രാർത്ഥിക്കുക, നേർച്ചയും ചെയ്യുക, എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുന്നില്ല.